ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ഞങ്ങൾ അങ്കിളിൻ്റെ ആൻറ്റിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഞാനുണ്ട്, ഹന്നയുണ്ട്, റെബേക്കയുണ്ട്, അമ്മയുമുണ്ട്. അമ്മ പിന്നെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അങ്കിളും ആൻറ്റി, കാണാൻ പറ്റുന്നില്ല. നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഹന്ന എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ശ്രീവത്സം സിൽസിലാണ് വന്നത്. ആദ്യം ഞങ്ങൾ പന്തളത്ത് പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. അവിടുത്തെ കട അടച്ചു. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കടയിൽ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ലിഫ്റ്റ് തുറന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ ലിഫ്റ്റിലേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾക്കുള്ള ഉടുപ്പാണ് കേട്ടോ എടുക്കുന്നത്. അവിടെ ഭയങ്കര തിരക്കാണ്. അതുമല്ല നമുക്കുള്ള ഉടുപ്പ് അങ്ങനെ ഇല്ല കേട്ടോ അവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പും പിന്നെ നെറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നു കേട്ടോ. അപ്പം എൻ്റെ ഉടുപ്പ് തപ്പണമെങ്കിൽ ഞാൻ കുറേ നേരം തപ്പി കേട്ടോ. അപ്പം ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു കുർത്ത പോലെ, അങ്ങനെ ചുരിദാർ പോലത്തെ അല്ല, ഇങ്ങനെ കുർത്ത പോലത്തെ ചുരിദാർ അല്ലാത്ത ഒരു തുണി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെ സാറ കാണിക്കുന്നുണ്ട്. അപ്പം സാറ ഒരു കുർത്ത ചുരിദാർ പോലത്തെ എടുക്കാനായിരുന്നു. അതേപോലെ റെബേക്ക അതേപോലത്തെ എടുക്കാനായിരുന്നു കേട്ടോ. ആദ്യം റെബേക്ക എടുത്ത ഒരു യെല്ലോ കളറിലെ ഒരു ചുരിദാർ, പിന്നെ ഒരു പാൻറ്റും ആയിരുന്നു കേട്ടോ. പിന്നെ അവളത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവൾ ഓരോന്നെടുത്ത് കാണിക്കുമായിരുന്നു കേട്ടോ. അവൾക്ക് പിങ്കാണ് കളറ് ഇഷ്ടം. ഹന്നയുടെ ഒത്തിരി ടൈം കൊണ്ടെടുക്കും. അപ്പോൾ അവിടുത്തെ ആൻറ്റി ആണെങ്കിൽ ഇങ്ങനെ കുർത്ത ടൈപ്പുള്ള ചുരിദാർ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ റബേക്ക് ഉദ്ദേശിക്കുന്നത് ഒരുപോലത്തെയാണ്. പിന്നെ ഹന്നയ്ക്ക് എടുക്കാൻ ഇച്ചിരി ടൈമൊക്കെ എടുക്കും കേട്ടോ. അപ്പം മിറ ലവേഴ്സ് ഇവിടെ വരും. അപ്പം ഞങ്ങൾ മിറ കണ്ടപ്പോൾ ചുമ്മാ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ചുമ്മാ ഇട്ടുണ്ട്. പിന്നെ റബേക്കയാണെങ്കിൽ ഓരോന്നിട്ട് ചുമ്മാ അങ്ങനെ കാണുന്നതൊക്കെ ചുമ്മാ ഇടുന്നതാണ് കേട്ടോ. ചുമ്മാ വട്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ ഒത്തിരി തുണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ടൈപ്പ് തുണിയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മൂന്നിനും അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുർത്ത ടൈപ്പ് അങ്ങനത്തെ കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഹന്ന ഈ ഒരു തുണി എടുത്തിട്ടോ അവസാനം. പിന്നെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ചുമ്മാ റീലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ കാണുന്ന മിററിലൊക്കെ ഹായ് കാണിച്ചും ഇരിക്കുകയായിരുന്നു. ഇനി ഞങ്ങൾ എടുക്കാൻ പോകുന്ന വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനെടുത്തത് ഒരു പിങ്ക് പാൻറ്റും പിന്നെ പർപ്പിൾ ഉടുപ്പായിരുന്നു. പിന്നെ സാറ എടുത്തത് ഈ ഒരു പിങ്ക് ടോപ്പും അങ്ങനെ ബ്രൗൺ പാൻറ്റും അങ്ങനെയൊക്കെയാണ്. പിന്നെ റബേക്ക എടുത്ത് ഏതാണെന്ന് കണ്ടാൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇനി ഞങ്ങൾക്ക് എൻ്റെ ചേട്ടൻ ഉടുപ്പെടുക്കാനായിരുന്നു. ഈ ഒരു ഉടുപ്പാണ് കേട്ടോ എടുത്തത്. പിന്നെ 32 സൈസുള്ളതാണ് എടുത്തത്. പിന്നെ വിളിച്ചു വെച്ചപ്പോഴായിരുന്നു 38ആയിരുന്നു. പക്ഷേ 34 കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ചേട്ടനെടുത്ത ഡ്രസ്സെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ സാരി ചുമ്മാ നോക്കിയതാണ്. ചുമ്മാ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. സാരിയുടെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇനി ഞങ്ങളുടെ ആൻറ്റിക്ക് സാരി നോക്കുവാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് എല്ലാവരും ഒരു ബ്ലൂ കളറാണ് കേട്ടോ. തുണിയെടുത്ത് ഞങ്ങളെല്ലാവരും ഇന്ന് ബ്ലൂ കളറാണ് കേട്ടോ എടുത്തത്. ചേട്ടന് മാത്രമേ ഉള്ളൂ ഒരു ബ്ലൂ ഇല്ലാത്തൊരു കളറ്. പിന്നെ ചുമ്മാ ഞങ്ങൾ ഒരു വട്ടത്തരം കാണിച്ചതേ ഉള്ളൂ. ഇപ്പം വൈറ്റ് കോട്ടൺ സാരിയാണ്. അവിടെ ഞങ്ങൾ കാണുന്ന വിറയിലൊക്കെ ഹായ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇത് ചേച്ചിയെ കണ്ടോ? നല്ല ചേച്ചിമാരാണ്, സുന്ദരിമാർ, ലെഹങ്കയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട്. പിന്നെ അവിടെ ഞങ്ങൾ ചുമ്മാ അങ്ങനെ കറങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു വൈറ്റ് പാൻറ് എടുത്തു. അത് കഴിഞ്ഞ് ഇനി അമ്മയ്ക്കൊരു ചുരിദാർ എടുക്കാമായിരുന്നു. അമ്മയും ബ്ലൂ ആണ് കേട്ടോ എടുത്തത്. അപ്പം സമയം പോയതറിഞ്ഞില്ല കേട്ടോ. കാരണം അത്രയ്ക്കും അടുത്ത് കേട്ടോ എല്ലാവർക്കും ഉടുപ്പെടുത്തപ്പം. അപ്പം ഞാനിവിടെ വെള്ളം ചുമ്മാ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ആദ്യം ട്രൈ ചെയ്ത് ഈ ഒരു ഉടുപ്പായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഈ ഒരു ഉടുപ്പ് ട്രൈ ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്കായിട്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാനൊരു ബ്ലാക്ക് സ്കാർഫ് എടുത്തു കേട്ടോ, പള്ളിലൊക്കെ ഇടാനായിട്ട് വേണ്ടി. സാറ എടുത്തൊരു പിങ്ക് സ്കാർഫായിരുന്നു തോന്നുന്നു. പർപ്പിൾ സ്കാർഫ്. പിന്നെ റബേക്ക ഒരു തിളങ്ങും സ്കാർഫ്. മടുത്തു കേട്ടോ. ഈ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടായിരുന്നു. 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് എടുത്തിട്ടു. പിന്നെ അമ്മയ്ക്ക് ചുരിദാർ ഇടാനായിട്ടൊരു
ബ്ലൂ പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ എടുത്ത ഈ ഒരു ഉടുപ്പാണ്. അപ്പം ഞങ്ങളിനി ഉടുപ്പൊക്കെ എടുത്ത് കഴിഞ്ഞു. അതുപോലെ ഞങ്ങൾ അച്ചയ്ക്കൊരു ഷർട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ബ്ലൂ ആണ് എടുത്തത്. ഇനി ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകണം. അതായത് എടുത്തെല്ലാം കഴിഞ്ഞു. ഇനി ബില്ല് ഇത് ചെയ്യണം. അപ്പം ഇത് ആൻറ്റിയുടെ അങ്കിളിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് ഉടുപ്പ് എടുത്ത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ മെയ് പറഞ്ഞതാണ് ഉടുപ്പ് എടുത്ത് തരാമെന്ന്. പിന്നെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പം ഇന്ന് തിങ്കളാഴ്ച അവധി ആയതുകൊണ്ട് ഞങ്ങൾ പോയി എടുത്താണ്. ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തീർന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ബില്ലൊക്കെ ചെയ്തു. അതേപോലെ അവർ ബാഗൊക്കെ ഫ്രീ ആയിട്ട് തന്നു. അതേപോലെ ടിഷ്യൂ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കാറിലോട്ട് കയറുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഹോട്ടലിൽ പോവുകയാണ് കേട്ടോ, ഹോട്ടലിലേക്ക്. അപ്പം ഞാനാണെങ്കിൽ ബാഗ് കാണിക്കാം. അവരൊരു ബാഗാണ്, അതുപോലെ ഒരു ടിഷ്യൂ ആണ് കേട്ടോ. ബാഗ് എന്ന് പറഞ്ഞൊരു ഡിസ്നിയുടെ ബാഗാണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാമല്ലോ. ഇനി നമ്മൾ ഹോട്ടലിൽ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ആര്യാസ് എന്ന് പറഞ്ഞൊരു പ്യുവർ വെജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ സാറുടെ റബേക്കയുടെ ഉടുപ്പ് കാണിച്ചില്ല. അപ്പോൾ സാറെടുത്തൊരു ബ്ലൂ കളറ് കുർത്ത പോലത്തെ ഒരു ചുരിദാറായിരുന്നു, ഇങ്ങനെ നെക്ക് വരുന്നത്. സാധാരണ ഞങ്ങൾ ഇങ്ങനത്തെ ചുരിദാർ കുർത്ത ഒന്നും എടുക്കാറുള്ളതല്ല, ഞങ്ങൾ ഫ്രോക്കാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടപ്പോൾ ഇത് എടുത്തതേ ഉള്ളൂ. പിന്നെ റബേക്ക എടുത്തൊരു ബ്ലാക്ക് കളറിലായിരുന്നു അതുപോലത്തെ. പക്ഷേ റബേക്കയുടെ ഇച്ചിരി വൃത്തികേടായിരുന്നു, ഈ നെക്ക് പോർഷൻ വരുന്നത് ഇച്ചിരി വൃത്തികേടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർക്ക് സേഫ്റ്റി പിൻ വെച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ റബേക്കയുടെ ഒരു ഇതായിരുന്നു എടുത്തത്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരു പലാസ പാൻറ്റും മേടിച്ചു തന്നു കേട്ടോ, വൈറ്റ് കളറ്. അതിൻ്റെ ഇടയിൽ ഇടാൻ. ബൈ.